കേരളത്തിന്റെ അഭിവൃദ്ധിക്കായി പരശുരാമൻ ചതുരാംബികമാർ എന്നറിയപ്പെടുന്ന 4 അംബികമാരുടെ പ്രതിഷ്ഠ നടത്തിയത്രേ. ഈ 4 അംബികമാരിൽ പെട്ടതാണ് ഹേമാംബിക ഭഗവതി. പാലക്കാട് ജില്ലയിലെ അകത്തേത്തറ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. കന്യാകുമാരിയിൽ ബാലാംബികയായും, വടകര ലോകനാർക്കാവിൽ ജ്ഞാനാംബികയായും, കൊല്ലൂരിൽ മൂകാംബികയായും, അകത്തേത്തറയിൽ ഹേമാംബികയായുമാണ് പരശുരാമൻ ദേവിയെ പ്രതിഷ്ഠിച്ചത്. വേറെ ഒരിടത്തുമില്ലാത്തൊരു പ്രത്യേകത ഹേമാംബിക ക്ഷേത്രത്തിനുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കൈപ്പത്തിയാണ്. ദേവിയുടെ വിഗ്രഹം കൈപ്പത്തി ആയതിനു പിന്നിലെ ഐതിഹ്യം എന്താണെന്ന് അറിയാമോ? പറയാം. ദുർഗയുടെ രൂപത്തിലുള്ള ദേവിയുടെ പഴയ പ്രതിഷ്ഠ ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് അല്ലായിരുന്നു. മലമ്പുഴ മലനിരകൾക്കിടയിലെ ഘോര വനത്തിനുള്ളിലായിരുന്നു ആ ക്ഷേത്രം. അക്കാലത്ത് കുറൂർ കൈമുക്കുമനയിലെ നമ്പൂതിരിമാരായിരുന്നു ദേവിയുടെ പൂജാരിമാർ. ദിവസവും മല കയറി വനത്തിലൂടെ സഞ്ചരിച്ചാണ് ഈ മലയിൽ പൂജയ്ക്കായി അവർ എത്തിയിരുന്നത്. ഒരു ദിവസം പൂജ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ക്ഷീണം കാരണം മലയിലെ ഒരു മരത്തിനടിയിൽ അവർ വിശ്രമിക്കാനിരുന്നു. ദേഹസുഖം കുറഞ്ഞു വരുന്ന ദേവി കാത്തോളണമേ എന്ന് ഉറക്കെ പ്രാർത്ഥിച്ചു. കരുണാമയായ ദേവി ഒരു വൃദ്ധ സ്ത്രീയുടെ രൂപത്തിൽ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് മധുരമുള്ള പഴങ്ങൾ നൽകി. അത് കഴിച്ചതും പെട്ടെന്ന് അവരുടെ ക്ഷീണം ശമിച്ചു. അടുത്ത ദിവസം പൂജയ്ക്ക് പോകുമ്പോൾ ആ മരത്തിന് സമീപം എത്തിയ നേരത്ത് അവരുടെ മുന്നിൽ ഒരു വലിയ ആന നിൽക്കുന്നത് കണ്ടു. ആനയുടെ അരികിൽ സ്വർണ്ണപ്രഭ നിറഞ്ഞ ഹേമാംബികയുടെ രൂപവും കാണപ്പെട്ടു. അന്നു മുതൽ അവർ ദേവിയുടെ ഇച്ഛപ്രകാരം വനത്തിനുള്ളിലേക്ക് പോകാതെ മലയിലെ ആ മരച്ചുവട്ടിൽ ദേവിയെ സങ്കല്പിച്ച് പൂജിക്കാൻ തുടങ്ങി. കുറേ കാലം കഴിഞ്ഞപ്പോൾ കുറൂർ തിരുമേനി വാർദ്ധക്യം മൂലം അവശനായി തീർന്നു. മല കയറി ദൈനംദിന ആരാധന നടത്താൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി തുടങ്ങി. ഒരു ദിവസം ദേവിയെ പ്രാർത്ഥിച്ച് ഉറങ്ങാൻ കിടന്ന സമയത്ത് സ്വപ്നത്തിൽ ദേവി അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നാളെ ഇല്ലത്തിനടുത്തുള്ള കുളത്തിൽ താൻ പ്രത്യക്ഷപ്പെടുമെന്നും തനിക്കുള്ള എല്ലാ പൂജകളും അവിടെ വെച്ച് നടത്തിയാൽ മതിയെന്നും ദേവി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. താൻ പ്രത്യക്ഷമാകുന്ന കാര്യം ആരോടും പറയരുതെന്നും പൂർണ്ണമായും മൗനം പാലിക്കണമെന്നും ദേവി നിർദ്ദേശിച്ചു. പിറ്റേന്ന് കാലത്ത് തന്നെ കുറൂരും കൈമുക്കും കുളത്തിന്റെ അടുത്തെത്തി ദേവിയെ കാത്തിരുന്നു. ദേവി അരുളി ചെയ്ത പുണ്യമുഹൂർത്തത്തിൽ കുളത്തിന്റെ നടുവിൽ നിന്ന് ദേവിയുടെ രൂപം ഉയർന്നു വരുന്നത് അവർ കണ്ടു. ദേവിയുടെ മനോഹരമായ കൈകളാണ് ആദ്യം ഉയർന്നു വന്നത്. അത് കണ്ടതും അതാ ഭഗവതി, ദേവിയെ ഞാൻ കണ്ടു എന്ന് തിരുമേനി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അറിയാതെയാണെങ്കിലും തന്റെ നിർദ്ദേശം തിരുമേനി തെറ്റിച്ചതിനാലാകണം ദേവി പതുക്കെ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. തിരുമേനി ഉടൻ കുളത്തിലേക്ക് ചാടി നടുവിലേക്ക് നീന്തി ചെന്ന് ദേവി പോകല്ലേ എന്ന് പറഞ്ഞ് ദേവിയുടെ കൈകളിൽ പിടിച്ചു. ഉടനെ ആ കൈകൾ കല്ലായി മാറിയത്രേ. പിന്നീട് കല്ലായി മാറിയ ദേവിയുടെ ദിവ്യമായ ആ കൈകൾ സുഹൃത്തായ കൈമുക്ക് നമ്പൂതിരിയുടെ സഹായത്തോടെ കുറൂർ നമ്പൂതിരി ആ കുളത്തിന്റെ കരയിൽ വിഗ്രഹരൂപേണ പ്രതിഷ്ഠിച്ച് പൂജ ചെയ്തു. വിവരമറിഞ്ഞ നാട്ടുകാരും ദേശത്തെ രാജാവായ ശേഖരിവർമ്മയും അവിടെ എത്തിച്ചേർന്നു. കൈകൾ പൊങ്ങി വന്ന ആ കുളത്തിന്റെ കുറച്ചു ഭാഗം മണ്ണിട്ട് നികത്തി ശേഖരിവർമ്മ രാജാവ് നാട്ടുകാരുടെ സഹായത്തോടെ അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. അതാണ് ഇപ്പോൾ കൈപ്പത്തി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന കല്ലേക്കുളങ്ങര ഹേമാംബിക ക്ഷേത്രം. കുറേ കാലങ്ങൾക്ക് ശേഷം കുറൂർ നമ്പൂതിരി ശേഖരിവർമ്മ രാജാവുമായി ഏതോ കാര്യത്തിന് പിണങ്ങിയെന്നും തുടർന്ന് കുന്നംകുളത്തിനടുത്തുള്ള വെങ്ങനിശ്ശേരിയിലേക്ക് താമസം മാറ്റിയെന്നും പറയപ്പെടുന്നു. വെങ്ങനിശ്ശേരിയിലുള്ള ഈ കുറൂർ ഇല്ലത്തേക്കാണ് കണ്ണന്റെ ഇഷ്ടഭക്തയായ കുറൂരമ്മയെ വേളി കഴിച്ചു കൊണ്ടുവന്നത്.